ഇവിടെ റാംസി എന്ന ഒരുത്തിന് സാധാരണ മനുഷ്യനേക്കാളും സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ട്. അവനൊരു ന്യൂസ് പേപ്പർ സ്മെല്ല് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്ത സമയം വരെ കൃത്യമായി കണ്ടുപിടിക്കുന്നു. അപ്പൊ പെട്ടെന്ന് അവനുള്ള ഫ്ലൈറ്റിലേക്ക് കൈയൊടിഞ്ഞ ഒരു സ്ട്രേഞ്ചർ കയറി വരുന്നു. അവൻ അകത്ത് കടന്നതും റാംസി ഒരു വ്യത്യസ്തമായ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുന്നു. നോക്കുമ്പോൾ ആ സ്ട്രേഞ്ചറുടെ ഒടിഞ്ഞ കയ്യിൽ ഒരു ബോംബ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവൻ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഉടനെ റാംസി ഒരു ഹെയറോസിനെ വിളിച്ചിട്ട് ഈ ഫ്ലൈറ്റിൽ ഒരു തീവ്രവാദി കയറിയിട്ടുണ്ടെന്ന് ക്യാപ്റ്റനെ ഇൻഫോം ചെയ്യാനായി പറയുന്നു. ക്യാപ്റ്റനെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അവൻ പറയുന്നതൊന്നും ക്യാപ്റ്റന് വിശ്വാസമാവുന്നില്ല. തീവ്രവാദിയെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിച്ചതാണെന്ന് റാംസി പറഞ്ഞതും ക്യാപ്റ്റനെ ഇവന് മെന്റലാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ കോക്ക്പീറ്റിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും റൊമാൻസ് ചെയ്തതും ഞാൻ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിച്ചതാണെന്ന് റാംസി പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ ഷോക്കാവുന്നു. സോ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ റാംസി ഒരു തീവ്രവാദിയെ തടയുന്നു. അതിനുശേഷം ലാൻഡ് ചെയ്തപ്പോൾ അവന്റെ വൈഫ് അവനെ ഫോണിൽ വിളിക്കുന്നു. അവന്റെ മകൻ കോളേജിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പ്രിൻസിപ്പൾ വിളിച്ചു പറഞ്ഞിരുന്നു. ഉടനെ തന്നെ റാംസി മകന്റെ കോളേജിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ അവന്റെ മകന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവ് പ്രിൻസിപ്പൾ അവനെ കാണിച്ചു കൊടുക്കുന്നു. അടുത്ത നിമിഷം തന്നെ അവൻ അത് വാങ്ങി സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് അത് അവന്റെ മകന്റെ തന്നെ ഉറപ്പിച്ചു പറയുന്നു. ഉടനെ അവൻ ആ സ്മെല്ല് വരുന്ന വഴിയെ പോയി നോക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥനായ ഒരു പയ്യനെ കണ്ടുപിടിക്കുന്നു. റാംസി അവന്റെ ബാഗ് എടുത്ത് കുടഞ്ഞു നോക്കിയതും അതിൽ ഒരുപാട് ലഹരി വസ്തുക്കൾ ഇരിക്കുന്നത് കാണുന്നു.